2020 കയറിയാലും നല്ല നടക്കുള്ളൂ. ഈ LDF കയറിയാണെങ്കിൽ കേരളം കുട്ടിച്ചോറാവും. ഇത്രയും വലിയ കരുവന്നൂർ ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളല്ല. അപ്പം എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാനിപ്പോൾ ആൾക്ക് വോട്ട് ചെയ്യത്തില്ല. എനിക്ക് 2000 രൂപ തന്നാൽ വോട്ട് ചെയ്യണമെന്ന്. അല്ല, ഞാൻ ചെയ്യത്തില്ല. അല്ലാതെ അയവ് വന്നാൽ അവരുടെ കുടുംബം നോക്കുന്നതല്ല, നമുക്കൊരു ഫലവുമില്ല. അവർ ജയിച്ചിട്ട് അവരുടെ കാര്യം മാത്രം നോക്കുന്നു. പ്രത്യേകിച്ച് പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. ആള് വന്ന് ജയിച്ചു പോയിട്ട് പിന്നെ അത്യാവശ്യം 1-2 പ്രാവശ്യം വന്നതല്ലാതെ പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല ആളെ. കുറെ വയസ്സായ ആൾക്കാർ മാത്രം പോയിട്ട് കാര്യമില്ല, യുവത്വം വരണം. ഇന്ന് നമ്മൾ ഇലക്ഷൻ പൾസ് അറിയാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ മറീൻ ഡ്രൈവ്സിലാണ്. ഇവിടെ നമുക്ക് ആൾക്കാരോട് ചോദിച്ചറിയാം ആരായിരിക്കും ഈ ഇലക്ഷനിൽ ജയിക്കുന്നത്, അല്ലെങ്കിൽ ആര് വരണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന് നമുക്ക് ചോദിച്ചറിയാം. 2020 ആണ് ഇപ്രാവശ്യം 2020 കയറിയാലും നല്ല നടക്കുള്ളൂ. ഉറപ്പാണ്. UDF LDF UDF കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാം. പക്ഷേ LDF കയറിയിട്ടുണ്ടെങ്കിൽ കേരളം കുട്ടിച്ചോറാവും. UDF-ന് പിന്നെയും സാധ്യതയുണ്ട്. LDF ഒക്കെ പോട്ടെ, എന്തിനാണ്ടായിട്ടുണ്ടായിട്ട് ഉണ്ടായിട്ടും കാര്യമില്ല. വെറുതെ ഒരു ഇതില്ല. ഭരണമൊക്കെയോ? ഭരണം ഒരു ഗുണമില്ല. 2020 കയറട്ടെ. 2020 അല്ല, കേന്ദ്രത്തിലെ ഭരണം എങ്ങനെയുണ്ട്? കേന്ദ്രം മോദിജി പിന്നെ വലിയ വലിയ കാര്യങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞ് നടപ്പായി കൊണ്ടുവരുന്നുണ്ട്, ചെയ്ത് കാണിക്കുന്നുണ്ട്. ആള് പറഞ്ഞു ഇക്കണോമി വളരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും കുറെ ഫ്രഷേഴ്സിന് ജോബ് കിട്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയോ എല്ലാരും കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എത്രയോ പേര് പാവപ്പെട്ടവരാണ് ഇങ്ങനെ ജോബ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്നത്. ഫ്രഷേഴ്സിന് പഠിച്ച് ഇറങ്ങിയ ആൾക്കാർക്കൊന്നും ജോബ് കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെയോ എന്ത് പറയാൻ വേണ്ടിയാണ്? അപ്പൊ അതൊക്കെ ഈ ഒരു ഭരണത്തിന്റെ ഭാഗമല്ലേ? ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. കേരളത്തില് ഇപ്പൊ സർക്കാർ ചെയ്തേക്കണത്. ഇപ്പോഴത്തെ യൂത്ത് മുഴുവനും ഇന്ത്യയിൽ നിൽക്കാതെ പുറം രാജ്യത്ത് പോയിട്ടാണ് ഈ ജോബിനൊക്കെ അന്വേഷിക്കുന്നത്. അപ്പൊ അത് ഇന്ത്യയിൽ ഒരു ജോബ് കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ? അപ്പൊ കേന്ദ്രത്തിന്റെ ഭരണത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടല്ലേ ഇത് വരുന്നത്? അങ്ങനെ ഒരു കാര്യം എടുത്തിട്ട് കേന്ദ്രത്തിൽ താതാൻ പറ്റില്ലല്ലോ. അവരെന്തെല്ലാം വേറെ കാര്യങ്ങൾ ചെയ്യണം, അവരെന്തെല്ലാം കാര്യങ്ങൾ വികസനം എന്തെല്ലാം ചെയ്യണം. ഇവര് ഒരു ചെറിയൊരു കാര്യത്തിൽ മാത്രം താത്തിപ്പെടണം കാര്യമില്ല. നമ്മൾ പറയണത് ആരും ഭരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഭരിക്കണം. ഒരു കോൺഗ്രസിന്റെ ആളാ, ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ആളാ, ഒരു 2020 അല്ല. ആരിപ്പോൾ 2020 പേര് പറയാൻ കാരണം അവർ കിഴക്കമ്പലത്ത് ആ ഒരു പഞ്ചായത്തിൽ കുറച്ച് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അവരെന്ത് ഇവിടെ കേരളത്തിൽ ഇവർ കൊണ്ടുതന്നില്ല. ഒരു ചെറിയ വളർച്ച നുള്ളിക്കളയാണ്. ഈ LDF എന്നോണം നുള്ളിക്കളയാണ്. അവർ ചെറുതായിട്ട് കയറി വരുമ്പോൾ LDF ചെയ്യാൻ പറ്റുന്ന കാര്യം 2020 ചെയ്യും. അപ്പൊ LDF വന്നിട്ട് ഒരു ഡെവലപ്മെന്റും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ആരാണ് ഭൂരിപക്ഷം നോക്കിക്കോ, അവർ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കാര്യത്തിന് വേണ്ടി. അല്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല എന്നാണോ? പ്രത്യേകിച്ച് എറണാകുളത്ത് അഭിപ്രായം പറയാനുള്ള ഹൈബീഡ് തന്നെയാണ്. ഇപ്പം അങ്ങനെ തോന്നുന്നത്. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ഭരണത്തിൽ തൃപ്തനാണോ ചേട്ടൻ? തൃപ്തിയില്ല. കാരണം വികസനം വന്നിട്ടില്ല എന്നാണോ പറയാൻ? വികസനമില്ല എന്നുള്ളതാണ്. പക്ഷെ എല്ലാരും പറയുന്നത് ഹൈബീഡൻ വന്നതോടെ വികസനം കുറച്ച് കൂടി എന്നാണല്ലോ. അങ്ങനെ എവിടെയാണ് വികസിച്ചിട്ടുള്ളത്? എറണാകുളം സിറ്റിയിൽ തന്നെ എല്ലാവരും പറയുന്നത്. സാധാരണ ജനങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾ കുറെ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും, വികസനം വന്നിട്ടുണ്ട് എന്നാണ്. ചേട്ടൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കാം. കാരണം എന്ന് പറയാൻ നേരം നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഇവിടെ ആർക്കും തൊഴിലില്ല. ഞാൻ കച്ചവടം ചെയ്യുന്ന ആളാണല്ലോ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. ആൾക്കാർക്ക് പണിയുണ്ടെങ്കിലല്ലേ കച്ചവടം ഉണ്ടാവുള്ളൂ. അവരുടെ പൈസ വന്നാലേ ഞങ്ങളെപ്പോഴുള്ള പൈസ വരുള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടമുള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ കൂടുതലാണെന്നാണോ പറയുന്നത്? ഈ ഒരു MP-യുടെ ഭരണം കാരണം? ഈ എം പി അല്ലല്ലോ ഇവിടെ ഭരിക്കുന്നത്. അല്ല, MP-യുടെ ഒരു പ്രവർത്തനം അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് രാഷ്ട്രീയമായിട്ട്. എന്നാ പോട്ടെ, കേരളത്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? പിണറായിയുടെ ഭരണം അത് ഭൂരിപക്ഷത്തിലേക്ക് ഞാൻ പോണത്. എല്ലാവരും പറഞ്ഞാൽ ഭൂരിപക്ഷം തന്നെയാണ്. അത്ര തൃപ്തിയില്ലാത്ത ഭരണമാണ്, സുഖമില്ലാത്ത ഭരണമാണ്. അതെന്താണ് കാരണം? ഇപ്പം കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, തൊഴിലില്ലായ്മ, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ പിണറായിയുടെ എതിരെ കുറേ കേസുകൾ വന്ന് കിടക്കുന്നുണ്ട്. അതിനൊക്കെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഡൽഹിയിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ തൊടാൻ പോലും, ചോദ്യം ചെയ്യാൻ പോലും ആർക്കും ധൈര്യമില്ല. അത്
പ്രത്യേകിച്ച് എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ കേജ്രിവാളെ അറസ്റ്റ് ചെയ്തു, അതുപോലെ ഇവിടെയും ഇത്രയും വലിയ കരുവന്നൂർ ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളല്ല. അപ്പം എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താണെന്ന് അതും ഞാനൊരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങാൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ മോദിയും പിണറായിയും ഭായി ഭായി ആണെന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. അപ്പം അത് ചേട്ടന് തോന്നുന്നുണ്ടോ അത് സത്യമാണെന്ന്? അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഉത്തരമില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ഫുട്പാത്തിരിക്കുക, എനിക്ക് ഇവരുടെയൊക്കെ ആനുകൂല്യം ഉണ്ട് മാത്രമേ എപ്പോൾ തന്നെ ഇവിടുന്ന് ഇപ്പൊ ചേട്ടന് ഇങ്ങനെ ഞാൻ കറതീർത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ചേട്ടന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഓരോ? കേന്ദ്രത്തിന്റെ ആനുകൂല്യം എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് ഹാർട്ട് കംപ്ലൈന്റ്. അപ്പം ഞാൻ 3000 രൂപയോളം മാസം മരുന്ന്. അപ്പം ഈ മോദിയുടെ മറ്റേ മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ, അതിൽ നിന്ന് 3000 രൂപയോളം മെഡിസിൻ എനിക്ക് 1000 രൂപ മതി. 2000 രൂപ അതിൽ നിന്ന് കുറയുന്നുണ്ട്. അപ്പോൾ മോദിയുടെ ഭരണം കുഴപ്പമില്ല എന്നാണോ പറയുന്നത്? അത് മോദിയല്ല, അവിടെ ആര് ഭരിച്ചാലും അങ്ങനെ തന്നെ ആവുമല്ലോ. ഇതുണ്ടാവില്ല. പിന്നെ മുദ്രാ ലോണുണ്ട്. മോദിയുടെ ഭരണം നല്ലതാണോ എന്ന് അത് പിന്നത്തെ കാര്യം. പക്ഷേ എനിക്ക് ആനുകൂല്യം കിട്ടുമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ 50,000 രൂപ വരെ ലോൺ തന്നിട്ടുണ്ട് ഫുട്പാത്ത് കച്ചവടക്കാർക്ക്. അങ്ങനെ ഒരു സ്കീമുണ്ടല്ലോ, 10 എടുത്തു കഴിഞ്ഞാൽ അത് അടച്ചു കഴിയുമ്പോൾ പിന്നെ 20,000, അത് അടച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ 50,000. അപ്പോൾ അങ്ങനെ സ്കീം കിട്ടുന്നുണ്ട്. ഇതിനുമ്പോൾ ഞാനിവിടെ ചെയ്യാൻ കുറേ കാലമായി. മറ്റ് സർക്കാർ വഴി എനിക്കൊന്നും ആരും ആനുകൂല്യങ്ങളൊന്നും തരുകയൊന്നുമില്ല. നമ്മളിവിടുന്ന് ഓടിച്ചിട്ടേ ഉള്ളൂ. ഒരു സെക്കൻഡ് പോലും ഇവിടെ നിരത്താതെ പറഞ്ഞു വിട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിവിടെ ആയതുകൊണ്ടിട്ട് വീണ്ടും വീണ്ടും വരും, ഇപ്പോൾ ഓടിക്കും, വീണ്ടും വരും, അങ്ങനെ വരും. ഇപ്പോൾ കോടതി ലൈസൻസ് തന്നിട്ടുണ്ട് ഈ ഹൈക്കോടതി. അത് കഴിഞ്ഞപ്പോൾ മോദി പിന്നെ ലോൺ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ആനുകൂല്യം ആരുടെ നിന്ന് കിട്ടിയാലും നമ്മൾ കിട്ടിയെന്ന് തന്നെ പറയും. അത് മോദി ആണെങ്കിലും കൊള്ളാം, പിണറായി ആണെങ്കിലും കൊള്ളാം, ജനങ്ങൾക്ക് നല്ലതാകണം. അത്രയും നമുക്ക് പറയാം. ഭരണം ക്ലിയർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലേ വോട്ടെടുക്കുമ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ഞാൻ ബൈപ്പാസ് സർജറി ചെയ്ത ആളാണ്. ബൈപ്പാസ് സർജറി ചെയ്തോണ്ടോ മന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് 10 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. പെൻഷൻ പോലും കിട്ടുന്നില്ല. പിന്നെ എന്നതാ അവർ ചെയ്തിച്ചാൽ ഞാനിപ്പോൾ ആക്ക് വോട്ട് ചെയ്യത്തില്ല. എനിക്ക് 2000 രൂപ തരണേ വോട്ട് ചെയ്യണമെന്ന്. അല്ല ഞാൻ ചെയ്യത്തില്ല ആർക്കും. ആർക്കും ചെയ്യത്തില്ല. അപ്പൊ വോട്ടിനോട് ആ താല്പര്യം പോയി എന്നാണോ പോയി എന്തിനു ചെയ്യുന്നു? അവരുടെ കുടുംബത്തേക്കല്ല നമുക്ക് എന്നാ ഫലം? ഒരു മാറ്റം വേണമെന്ന് എല്ലാ മാറ്റം എല്ലാവരും ഇത് തന്നെയാ പണി. ഇവര് കയറിയാലും BJP വന്നാലോ, BJP വന്നാലും എല്ലാവരും അയവ് വന്നാലും അവരുടെ കുടുംബം നോക്കുന്നതല്ല നമുക്ക് ഒരു ഫലമില്ല. അപ്പൊ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഫലം കിട്ടുള്ളൂ, നമ്മൾ സാധാരണക്കാർക്കൊന്നും കിട്ടില്ല എന്നാണ്. പിണറായിയുടെ പ്രശ്നങ്ങള്, പിന്നെ എന്താ സ്വർണത്തിന് എന്തോ ഉണ്ടായി. പിണറായിയുടെ മോടെ കാര്യത്തിന് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ തെളിവുണ്ടോ? സാധാരണക്കാരെ ഇരുന്ന് റോഡിൽ കച്ചവടം ചെയ്യുമ്പോൾ അവനെ പിടിക്കാൻ ആളുണ്ട്. ഡൽഹിയിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അവര് കാണിക്കുന്ന തെറ്റുകളുണ്ട്. ഇവിടെ 2020 മുതലാണ് പിണറായിക്കെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇടി ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അതൊക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കും? വലിയ വലിയ തെറ്റിന് ചോദിക്കാൻ ആളില്ല. സാധാരണക്കാരൻ ചെയ്താലുണ്ടല്ലോ അവന് ചോദിക്കാൻ ആളുണ്ട്. ഇന്ന് ലോകം അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഞാൻ വെറുപ്പ് അതിനകത്ത്. വോട്ടില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പോ ആരായിരിക്കും ജയിക്കുക ഈ പ്രാവശ്യം? എവിടത്തെയാ? ഞാൻ കോട്ടയം. അപ്പൊ കോട്ടയത്തെ എന്താണ് പൾസ് ഇലക്ഷന്റെ? അറിയത്തില്ല. അതെന്താ താല്പര്യമില്ലാത്ത? യൂത്ത്സ് ഒക്കെ ഇപ്പൊ ഇറങ്ങേണ്ടതല്ലേ ഇലക്ഷന്? വോട്ട് ചെയ്യേണ്ടതല്ലേ? റൈറ്റ് അല്ലേ നമ്മുടെ? അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ തോന്നിയിട്ടില്ല, അപ്പൊ ചെയ്തിട്ടില്ല. കാരണം എന്തിനാ അവര് ജയിച്ചിട്ട് അവരുടെ കാര്യം മാത്രം നോക്കുന്നു. പ്രത്യേകിച്ച് പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. പ്രയോജനം കിട്ടാത്ത കാരണം കൊണ്ട് യൂത്ത്സ് ഒന്നും ഇതില് ഇൻവോൾവ് ആവുന്നില്ല, ഈ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. എന്റെ പറഞ്ഞു ഇവരെ വോട്ട് ചെയ്തിട്ടുണ്ടോ അറിയത്തില്ല. ചെയ്യാറുണ്ടോ? ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ല. ഇക്കൊല്ലം ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ല. കാരണം ഇതില്ല, ഒരു എന്താ പറയാ, ഇപ്പൊ വിശ്വാസം ഇല്ലാന്നാണോ വോട്ടിങ്ങിലൊന്നും? താല്പര്യമില്ല. അതുകൊണ്ട്. അതെന്താ താല്പര്യമില്ലാത്ത? നമ്മുടെ റൈറ്റ് അല്ലേ ഇത്? വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ്റെ റൈറ്റ് ആണ്, സിറ്റിസൺ റൈറ്റ് ആണ്.
അപ്പോൾ കാരണം ഓക്കെ, ഇപ്പോഴത്തെ പിണറായി ഭരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അത് പറയാമല്ലോ, അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. മോൾക്ക് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം ഇല്ല. അതെന്താ കാരണം? തോന്നുന്നില്ല, ചെയ്യണം നന്നായിട്ട് തോന്നിയിട്ടില്ല. സംസാര രീതികളൊക്കെ ഞാൻ എല്ലാ വീഡിയോസും കാണാറില്ല, കുറച്ച് ക്ലിപ്സൊക്കെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. അയാൾ റെസ്പെക്ട് ചെയ്യാൻ പോലും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മോദി 3ാമത്തെ വട്ടമാണ് ഇങ്ങോട്ട് വരുന്നത് കേരളത്തിലോട്ട്. അപ്പോൾ BJP ഇക്കുറി വോട്ട് കിട്ടും, സീറ്റ് എവിടെയെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കിട്ടുമായിരിക്കും, പക്ഷേ ഫുൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. എത്രാം സ്ഥാനത്തായിരിക്കും എന്നാലും ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിന്റെ ഇത് വെച്ച് LDF UDF തന്നെ ആയിരിക്കും എന്തായാലും മാറി ഇരിക്കാൻ പോകുന്നു. കേരളത്തിൽ BJP വരാൻ സാധ്യതയില്ല എന്നാണോ പറയുന്നത്? ഇപ്പോഴും കുറവ് തന്നെയല്ലേ. അത് കാരണം എന്താണ്? കാരണം കേരളത്തിൽ ഇപ്പോഴും BJPക്ക് അത്ര താല്പര്യമില്ല. താല്പര്യമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും LDF UDF കഴിഞ്ഞിട്ട് എന്നാലും മിക്ക യൂത്ത് ചിന്തിക്കേണ്ടത് തന്നെ ഇപ്പൊ യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടോ ഇലക്ഷൻ രാഷ്ട്രീയത്തില്? തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാരും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ പക്ഷെ പ്രായമുള്ളവർക്കെല്ലാം എക്സ്പീരിയൻസ് കൂടുതലുള്ളത്, പക്ഷെ വിദ്യാഭ്യാസം ഇല്ലല്ലോ. വിദ്യാഭ്യാസം ഇല്ല. അത് കാരണം മാറ്റമുണ്ടാകുമല്ലോ യൂത്ത് വന്ന എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാക്കാൻ സാധ്യത? മാറ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മാറ്റം വേണ്ടത്? ഇപ്പോ ഞങ്ങൾ ഫോറൻസിക് ആണ് പഠിക്കണതൊക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഫോറൻസിക്കിൻ്റെതായിട്ടുള്ള യാതൊരു ജോലിയും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്ത സമയത്തൊക്കെ അവരൊക്കെ നമുക്ക് ജോലിക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പ്യുവർ സയൻസ് എടുത്ത് പഠിച്ച് ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പം നമ്മൾ പ്യുവർ ഫോറൻസിക് എടുത്ത് പഠിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ജോലി സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടും ആ ഒരു ജോബ് കിട്ടുന്നില്ല. പിന്നെ PSC ഇന്നേവരെ നമ്മുടെ കോഴ്സ് അംഗീകരിച്ചിട്ടില്ല. അപ്പം നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പോളിസീസൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല, അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്നു. ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ നമ്മളെ പോലെയുള്ളവർ അഭിപ്രായം പറയണ്ടേ, വ്യക്തമാക്കണ്ടേ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കായിരിക്കും എറണാകുളത്ത് സാധ്യത? ആരാ? UDF ഹൈബീഡൻ തന്നെ. അതെന്താ അങ്ങനെ? ഇത്രയും കാലം ഹൈബീഡൻ ഭരിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയാനില്ല. വികസനം ഉണ്ടായിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പുള്ള അപ്പൊ ഇപ്പൊ വന്നിട്ട് ഒരു വികസനം ഉണ്ടായിട്ടില്ല. പണ്ടിന്റെ ഇപ്പോഴും 10 കൊല്ലം മുമ്പ് എറണാകുളത്ത് വരുമ്പോഴും ഇത് തന്നെ. അപ്പൊ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയ MP അല്ല ഹൈബീഡൻ എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അയാൾ മാറി വരണം. അപ്പൊ ഇനിയിപ്പോ എറണാകുളത്ത് ആര് വരണം എന്നാണ് ചേട്ടന്റെ അഭിപ്രായം? അത് LDF വന്നാലും കുഴപ്പമില്ല. LDF വന്നാലും കുഴപ്പമില്ല. LDFന്റെ ഭരണമാണല്ലോ ഇപ്പൊ തൽക്കാലം കേരളത്തില്. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് ഗവൺമെന്റ് കൊടുക്കണ്ടേ? പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ. ചേട്ടന് പെൻഷൻ ഇല്ലേ? പെൻഷൻ കിട്ടിയായിരുന്നോ? 7 മാസം? 7 മാസം കിട്ടിയില്ല, 3 മാസം കിട്ടി. ഇപ്പോഴല്ലേ കിട്ടിയേ? ആ 7 മാസം ചേട്ടൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്? എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായത്? ജോലിയൊന്നും എനിക്ക് ഇതിന്റെ പ്രോബ്ലം വന്നില്ല, അല്ലാത്തവര് കഷ്ടപ്പെടുക. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് കേന്ദ്രത്തിന് കൊടുക്കണ്ടേ? കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കാത്ത കാരണം കൊണ്ടാണ് ഇവിടെ കിട്ടാത്തത്. കേന്ദ്രം കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കണ്ടേ? അവര് കൊടുക്കുന്നാ പറയുന്നേ. ഇവര് ഒത്തിരി ദൂട്ടടിക്കുന്ന പറയുന്നത്. പക്ഷേ ഇപ്പൊ പറയുന്നത് പിണറായിയും മോദിയും ഭായി ആണെന്നാണ്. അവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കാണും. അപ്പൊ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം കടം കൂടുതൽ നിങ്ങളുടെ ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ എനിക്ക് തരുമോ? ദൂട്ടടിച്ച് കളഞ്ഞെന്നാ പറയുന്നേ. അപ്പൊ ഇവിടുത്തെ സർക്കാർ ദൂർത്തടിച്ച് കളയുകയാണെന്നാണോ? എന്തായാലും ക്ലിഫ് ഹൗസ് ഒക്കെ ഇങ്ങനെ പുതുക്കി പണിയാ, പശുക്കൾക്ക് പാട്ട് കേട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള തൊഴുത്ത് പണിയാ, ഇതൊക്കെ ആർക്കും കൊടുക്കുന്നു, ആർക്കും കിട്ടുന്നില്ല. അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞ ഇവിടെ നല്ല ഭരണമാണെന്ന്. ഇപ്പൊ ഡൽഹിയിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഇലക്ഷൻ അടുക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. നിയമം ഉണ്ടാക്കുന്ന ആരാ?
നിയമം ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഈ തമ്മിൽ ഈ നമ്മളെ 60 വയസ്സിൽ വന്നവർക്ക് ഒരു പെൻഷൻ കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? നമ്മൾ ഏറ്റവും തലപ്പത്തിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ജോലി ചെയ്തില്ലോ, ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കണം. ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ജോലി ഇന്ന് കിട്ടുന്ന 50,000-60,000 അവർ പിന്നെ പെൻഷൻ കൊടുക്കുന്നത് എന്തിനു കൊടുക്കുന്നു? കൊടുക്കേണ്ട കാര്യമില്ല. ജോലി ചെയ്യപ്പെടും പാവങ്ങളെ 60 വയസ്സായിരുന്നവർക്ക് പാവപ്പെട്ടവൻ എന്നെപ്പോഴുള്ളവർക്ക്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തല്ലോ, ലിക്കർ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് പിണറായി വിജയനെതിരെ 2020 മുതൽ ഓരോ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കേസുകൾ വന്നു, ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്തായിരിക്കും? കാരണം ഇവിടെ ബന്ധമൊന്നുമില്ല, തെളിവൊന്നുമില്ല. ഇന്നെങ്ങനെ കേസ് ചെയ്യാൻ പറ്റുന്നത്? കേസ് ചെയ്യാനും പറ്റും. പിണറായി വിജയൻ ഒന്നും ചുറ്റി ചെയ്യാൻ പറ്റുന്നില്ല. തെളിവുകൾ കുറെ പുറത്ത് വന്നല്ലോ. അതൊക്കെ വന്നെങ്കിൽ അതൊക്കെ മറ്റുള്ള ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല. മറ്റുള്ള പാർട്ടിക്കാർ കോൺഗ്രസ്സുകാരും ബിജെപിയും പറയുന്ന ഇതൊക്കെ പിണറായി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ കേരളത്തിൽ BJPക്ക് വല്ല സീറ്റും കിട്ടുമെന്ന് തോന്നുന്നു. ഒരു സീറ്റ് കിട്ടും. അതെവിടെയാ ഇരിക്കുന്നത്? ഒരു സീറ്റ് കിട്ടും. എല്ലാം ഒരു അഭിപ്രായമുണ്ട്. ഒരു സീറ്റ് കിട്ടണം. പിണറായിട്ട് വിട്ട് ഒട്ടും ചെയ്യാൻ പറ്റില്ല. കുറിച്ചാണ് ഇവിടെ പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെ? പാലക്കാടാ? പാലക്കാടിനെ പറ്റി പറഞ്ഞാൽ മതി. പാലക്കാടിനെ പറ്റി എന്താ പറഞ്ഞു കൊടുക്കുക? ഇപ്പൊ പൾസ് എന്താണ്? ഇലക്ഷൻ പൾസ് എന്താണ്? ഭയങ്കര ചൂടാ പാലക്കാട്. ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂടുണ്ട്. ആര് ജയിക്കുന്നാണ് തോന്നുന്നത് പാലക്കാട്? അങ്ങനെ ഞങ്ങള് LDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ പാലക്കാടിലെ MP എങ്ങനെയുണ്ട്? ഞങ്ങൾ കണ്ടിട്ടില്ല. MP-നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാ എന്താ പറയാ, ആള് വന്ന് ജയിച്ചു പോയിട്ട് പിന്നെ അത്യാവശ്യം 1-2 പ്രാവശ്യം വന്നതല്ലാതെ പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല ആളെ. ഇനിയിപ്പോ വരും വോട്ടന്വേഷിക്കാൻ. വോട്ടന്വേഷിക്കാൻ മാത്രമാണ് വരുന്നത്, അല്ലാണ്ട് ഒരു ഡെവലപ്മെന്റോ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ആ ഭാഗം എന്ന് വെച്ചാൽ LDF-ന്റെ ഒരു കുത്തകയാണ്. LDF മാത്രം ജയിക്കും എന്നാണോ? അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എന്നാലും LDF ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണല്ലോ. അപ്പോ പിണറായി ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങൾക്ക് പാർട്ടിയെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും എനിക്ക് അറിഞ്ഞു. പാർട്ടിയെ കുറിച്ച് വേണ്ട, ഇപ്പോഴത്തെ എന്താ കേരളത്തിലെ സ്ഥിതി വെച്ചിട്ട് ഈ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, എനിക്ക് പാർട്ടിയെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. എന്നാലും ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭരണത്തെ കുറിച്ച് വലിയ കുഴപ്പമില്ല, ഒരു നല്ല ഭരണം തന്നെയാണ്. ഇപ്പോഴത്തെ പെൻഷനൊക്കെ മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പൊ 2 മാസത്തെ പെൻഷൻ വരണുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ 7 മാസത്തെ ആ പെൻഷൻ മുടങ്ങി കിടക്കുകയായിരുന്നു. ആ സമയത്തെ ഒരു പ്രോബ്ലംസും അതൊക്കെ എങ്ങനെയായിരുന്നു? അതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഭരണത്തില് ഒരു 18 മാസത്തെ എങ്ങാണ്ട് പെൻഷൻ പെൻഡിങ് ആയിട്ടല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതൊരു 7 മാസത്തേലേ ഉള്ളൂ. അപ്പൊ ഇത് കിട്ടും പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല ഫണ്ട് എന്നാണ്. അതായിരിക്കാം കാരണം. ആയിരിക്കുമോ? അല്ലെങ്കിൽ ഇപ്പോ പറയുന്നത് പിണറായി മോദിയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ്. അതേ കുറിച്ചൊന്നും വലിയ അറിവ് ഞങ്ങൾക്കില്ല, അഭിപ്രായം ഇല്ല. കേന്ദ്ര ഭരണം എങ്ങനെയാണ്? കുഴപ്പമില്ല. എലക്ഷനെ പറ്റിയാണ്. വോട്ടില്ല എല്ലാവർക്കും. അപ്പോ ആരായിരിക്കും ഇപ്രാവശ്യം എറണാകുളത്ത്? മലപ്പുറംകാർ. അപ്പൊ മലപ്പുറത്തെ പറഞ്ഞോ, കുഴപ്പമില്ല. നമുക്ക് എലക്ഷൻ ആസിഫ് തന്നെ. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ജയിപ്പിച്ച് വിട്ടവരെയും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇതുവരെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന MP അല്ല ഇപ്പോൾ ഉള്ളത്. സംസാരിക്കണില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കാൻ കഴിവുള്ളവരെ വിടണം. കുറെ വയസ്സായ ആൾക്കാർ മാത്രം പോയിട്ട് കാര്യമില്ല, യുവത്വം വരണം. യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം വേണമെന്നാണ്? നല്ലോണം വേണം. നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ. ഇപ്പൊ എലക്ഷൻസിൽ മോസ്റ്റ്ലി യൂത്ത് ആണ് വരേണ്ടതെന്ന് തോന്നുന്നുണ്ടോ? മോസ്റ്റ്ലി അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഒന്നുമില്ല. പക്ഷെ മലപ്പുറത്തിനെ സംബന്ധിച്ച് പക്ഷേ ഈ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുക ഇതിനെപ്പറ്റി. എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അത് അവര് യൂട്ടിലൈസ് ചെയ്യണം. അത് അവര് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കണം. അവിടെ ഉണ്ടായിട്ടുള്ളതൊന്നും ലീഗിനെ. അപ്പൊ ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? MP സ്ഥാനത്തിലെത്തിയിട്ട് ഒന്നും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഇലക്ഷന്റെ ടൈമിലാണ് നമുക്ക് അവിടുത്തെ പഴയ MP ആണ് ഇത് അങ്ങനെയൊക്കെ അറിയണത് തന്നെ.
അല്ലാതെ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തിന്റെ ഭരണമാണോ? പിണറായി ഭരണം. കേരളത്തിലെ തുടങ്ങാം ആദ്യം, പിന്നെ കേന്ദ്രം പോവാം. സാറ്റിസ്ഫൈഡ് ആണ്. അതെന്താ അങ്ങനെ? ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. പെൻഷൻ കിട്ടുന്നില്ല. 2020 മുതൽ കേസുകൾ നടക്കുകയാണ്. മീഡിയന്റെ കുറേ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട്. അതായത് പിന്നെ നല്ല കാര്യങ്ങൾ കൊടുക്കാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ച് പൊടിയും തെങ്ങലും വെച്ചിട്ട് കൊടുക്കുന്നത് ഉണ്ട്. എന്നാ നല്ല കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാവോ? നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ ബി ജെ പിനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ UDFന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട്, പുറമേ ഉള്ളിലും എത്ര പേര് കോൺഗ്രസിൽ നിന്ന് പോയി. അപ്പോൾ ഒരു ഇടതുപക്ഷം വന്ന് തന്നെ ഉള്ളൂ നമുക്ക് BJPനെ എതിർക്കാൻ പറ്റും. BJP പക്ഷേ പറയുന്നത് ഇപ്പോ മോദിയും പിണറായും ഭായി ആണെന്നാണ്. അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ ഇതേപോലെയുള്ള ഓൺലൈൻ മീഡിയകൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ? ഒരു അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടോ इलेक्शने हिंदी അറിയാവോ? चलो चलेगा, मैं हिंदी में बात करती हूँ ना. क्या बात करना? इलेक्शन आप यहाँ पर कितने साल से है? मैं टूरिस्ट हूँ, मुझे कुछ ज़्यादा आइडिया। टूरिस्ट हो तो इलेक्शन यहाँ पर नहीं है. वोटिंग कहाँ का है आपका? मैं पंजाब का हूँ, घूमने आया था। तो पंजाब में वोटिंग है. हाँ, पंजाब में किसका है पल्स? कैसा है पंजाब में इलेक्शन? अच्छा है, अच्छा है. कौन जीतेगा? मे भी BJP आ सकती है। बीजेपी आ सकती है. आपको क्या लगता है कौन आना चाहिए? BJP को आना चाहिए। अब अभी का जो डेवलपमेंट वगैरह है पंजाब का, वो कैसे चल रहा अच्छा है? है, बहुत अच्छा है। अभी की गवर्नमेंट कैसी है? अभी आपकी गवर्नमेंट है वहाँ पर, आम आदमी पार्टी आम की। आदमी पार्टी. ठीक है। अभी केजरीवाल को अरेस्ट भी किया था दिल्ली में, हाँ, तो उसका कैसा बोलना है? इलेक्शन के टाइम पे ऐसे अरेस्ट वगैरह करना सही नहीं है ना? देखिए एक काफ़ी ट्रिकी क्वेश्चन है ना। अभी पॉलिटिक्स है क्या है वो तो आप भी जानते हैं, तो इस बारे में बात करना सही नहीं होगा। आफ्टर ऑल जो देश का कानून है वो सबको मानना चाहिए, मेरा ऐसा कहना तो ये सही नहीं किया ऐसा लग रहा है आपको? है। देखिए ये सबकी अपनी अपनी पर्सनल ओपिनियन है, तो इस पर मैं क्या बोल सकता हूँ। तो पर्सनल ओपिनियन के ऊपर से देखिए अगर अपन रूल्स ब्रेक करना ही होता है ना. ये कॉन्स्टिट्यूशन की बात करें तो जिस तरीके से हुआ वैसा नहीं होना चाहिए था, प्रॉपर वे में होना चाहिए था। अब देखिए हर किसी की अपनी होती है, अगर वो गिल्ट पाए जाते हैं तो बट ऑब्वियस से बहुत सही था, और अगर नहीं था तो वो कॉन्स्टिट्यूशन के अगेंस्ट था, तो ना मैं इसके सपोर्ट करता हूँ ना इसके फेवर में हूँ। ठीक है, थैंक यू सो मच. आपका नाम? राजवीर सिंह गिल।